blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ഓരോ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലേക്കും ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഇതേ ചാനലിൽ ഇതേ സമയത്ത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണാവുന്നതാണ്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് ഇതിനെക്കുറിച്ച് പറയുക. ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ വിളിച്ചു പറയുക. മറ്റുള്ളവർ കൂടെ വാച്ച് ചെയ്യാനും അനുഗ്രഹം പ്രാപിക്കാനും അത് മുഖാന്തരം കർത്താവ് സഹായിക്കും. ഇപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ ഇതിനെ സാമ്പത്തികമായി ഇതിനെ സഹകാരികളായി തീർന്ന വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് വെട്ടിപ്പുറത്തു നിന്നുള്ള ബിനോ തോമസിനായി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു സ്ഥിരമായ ജോലി ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വടകരയിൽ നിന്നുള്ള ലീലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ലളിതയ്ക്ക് കാലിൻ്റെ വേദനയിൽ നിന്ന് സമ്പൂർണമായ സൗഖ്യം കർത്താവെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുനലൂരിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് തൻ്റെ ബർത്ത്ഡേ ആണല്ലോ. ഈ സഹോദരിയെ കർത്താവെ ഞങ്ങൾ ചേർന്ന് ഈ ജന്മദിനത്തിൽ അനുഗ്രഹിക്കുന്നു. അതുപോലെ കർത്താവെ, വീടിൻ്റെ ആധാരം പണയം വെച്ച് അടുത്ത വീട്ടുകാർക്ക് കടമെടുത്തു കൊടുത്തത് എത്രയും വേഗം തിരിച്ചെടുത്തു കൊടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഭിലായിൽ നിന്നുള്ള കുഞ്ഞമ്മ യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകനും മകൾക്കും വളരെ യോജിച്ച ജീവിത പങ്കാളികൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള വത്സമ്മ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോടതി കേസിൽ അനുകൂലമായ ഒരു വിധി ഉണ്ടാകാൻ ജോലിയോടനുബന്ധിച്ചുള്ള ആ കേസിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, ജോലിയിൽ തിരികെ പ്രവേശിക്കുവാൻ അങ്ങ് സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങൾ ചേർന്ന് കർത്താവെ ഓരോരുത്തരെയും കുടുംബമായി ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. സെപ്റ്റംബർ മാസം 1-ാം തീയതിയായിരുന്നു ഈ സഹോദരന് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഇദ്ദേഹം ഒരു ഹെവി ലോറി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഈ ആക്സിഡൻറ്റിൽ ഇദ്ദേഹത്തിൻ്റെ വലത് കൈയുടെ 5 വിരലും ഇടത് കാലിൻ്റെ 4 വിരലും ഫ്രാക്ചറായി. അപ്പോൾ കൈയും കാലും ബാൻഡ് ചെയ്തിട്ട് ഇടത് കാലിൻ്റെയും അനക്കാൻ പറ്റാതെ ഏകദേശം ഡോക്ടർ പറഞ്ഞു 3 മാസത്തോളം ഫുൾ റെസ്റ്റ് ആയിരിക്കും, ഒന്നും ചെയ്യരുത്, വാഹനം ഓടിക്കരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞ്. ഇവർക്ക് ഏക വരുമാന മാർഗം ഇദ്ദേഹത്തിൻ്റെ ഈ ജോലിയാണ്. 3 മാസം ബെഡിൽ കിടന്നാൽ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായി തീരും. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഈ സഹോദരി നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അമൃത ഓഡിറ്റോറിയത്തിൽ 2014 സെപ്റ്റംബർ മാസം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ സഹോദരി വരികയും അവിടെ നിന്ന് കയ്യിലിരിക്കുന്ന പ്രാർത്ഥന ഡയറി കിട്ടുകയും ചെയ്തു. അവിടുത്തെ പ്രാർത്ഥനയും ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്നിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് പ്രാർത്ഥനയും ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ വന്നു. അതിലൊത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി വെച്ചു. സഹോദരൻ ബെഡിൽ കിടക്കുന്ന സമയം രാവിലെ സൂര്യ TV-യിൽ പ്രയർ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ക്ഷമ സിസ്റ്റർ തന്നെയായിരുന്നു അന്ന് വിളിച്ചു പറഞ്ഞു, ആക്സിഡൻ്റായി ഇപ്പോൾ ബെഡിൽ കിടക്കുന്ന വ്യക്തിയെ യേശു തൊടുന്നു, സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സഹോദരൻ അന്ന് വരേക്കും യേശുവിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വളരെ ഒത്തിരി ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞതോടുകൂടി ഈ സഹോദരൻ പറഞ്ഞു, അതിന് ബെഡിൽ കിടക്കുന്നില്ല, ചാടി എഴുന്നേറ്റു അവിടെ നിന്ന്. ഈ സഹോദരൻ പറയുന്നത്, അതുവരേക്കും ഞാൻ വേദന കൊണ്ട് പുളയായിരുന്നു കഴിഞ്ഞ 15 ദിവസം. എന്നാൽ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വേദന എവിടെ പോയി എന്നറിയില്ല. എനിക്ക് അതിനുശേഷം വേദന ഉണ്ടായിട്ടേയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ സഹോദരൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്കിതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, എനിക്കൊരു വേദന ഇല്ലയെന്ന് പറഞ്ഞു.
അങ്ങനെ വീണ്ടും എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ 2 കൈയും കാലും പൂർണ്ണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞിരുന്നു. Praise God. കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അത് കൂടാതെ ഈ കഴിഞ്ഞ നവംബറിൽ ഏകദേശം നല്ല മഴയുള്ള സമയമായിരുന്നു. ഈ സഹോദരൻ ഒരു ദിവസം മഴ നനഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ശരീരം മുഴുവനും ചൊറിഞ്ഞ് തടിച്ചിരിക്കുന്നു. പിന്നെ ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാ, എനിക്ക് വെള്ളം കാണാൻ പറ്റത്തില്ല. ഞാൻ വെള്ളം കണ്ടാൽ എൻ്റെ അകത്തു നിന്ന് എന്തൊക്കെയോ ഇരച്ചു കയറുകയും എൻ്റെ ശരീരത്തിൽ ചൊറിയൻ പുഴു ഇഴയുന്നത് പോലെ അനുഭവിക്കുകയും എൻ്റെ ശരീരം മുഴുവനും തടിച്ചു പൊങ്ങും. കുളിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, എന്തിന് വെള്ളം നോക്കാൻ പറ്റത്തില്ല, വെള്ളം കാണാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണമെന്ന് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടറിന് ഇതിനൊരു മരുന്നില്ല, രോഗങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് ഇത് കേൾക്കുന്നത് തന്നെ എന്ന് അവർ പറയുന്നു. അവർക്ക് അറിയില്ല ഇതെന്ത് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലെസ്സിങ് ടുഡേ പ്രേയറിൽ ക്ഷമ സിസ്റ്റർ തന്നെയായിരുന്നു. അന്നും വിളിച്ചു പറഞ്ഞു, ശരീരം വെള്ളം കണ്ടാൽ അലർജിയുള്ള വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ സഹോദരൻ പറഞ്ഞ അതിനുശേഷം എൻ്റെ ശരീരത്തിൽ ആ രോഗം ഉണ്ടായിട്ടില്ല, ബാധ ഒഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായിരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയതുപോലെ തന്നെ എൻ്റെ ബാധ ഒഴിഞ്ഞു പോയതുപോലെ തന്നെ ഞാൻ ഫീൽ ചെയ്തു. എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ട് ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞു. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? ഒരു സാക്ഷിയും കൂടി ഇവർ പറയുന്നു. അന്ന് സെപ്റ്റംബർ മാസം എഴുതി വെച്ച ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു സഹോദരന് കുവൈറ്റിൽ ഒരു ജോലി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്നും വിസ വരികയും അതിന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും എല്ലാം ഭംഗിയായി കർത്താവ് ചെയ്തു കൊടുക്കുകയും കുവൈറ്റിലേക്ക് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഈ കുടുംബത്തെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നന്മകൾ ഇന്നു മുതൽ കർത്താവ് ഇവർ കാണാൻ തുടങ്ങട്ടെ. ദൈവികമായ വഴിയിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവർ നടന്ന് കയറട്ടെ എന്നുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Change starts not from the society, not from the community, not from the outside world. Change starts from the heart of an individual. ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് ഒരു സമൂഹത്തിൽ നിന്നല്ല, ഒരു സമുദായത്തിൽ നിന്നല്ല, ഒരു രാഷ്ട്രത്തിൽ നിന്നല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നാണ് മാറ്റത്തിന്റെ തുടക്കം എന്നുള്ളത്. Put your hand on your chest. നിങ്ങളുടെ കരമെടുത്ത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് Say this after me. Change starts from here. എന്നിട്ട് ഉറക്കെ പറഞ്ഞാൽ മാറ്റം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. Say it one more time. ഒരിക്കൽ കൂടെ ഉറക്കെ പറഞ്ഞാലും മാറ്റം. And this change will pass on to one's family first. നോക്കുക, ഈ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം ആദ്യം കുടുംബത്തിലേക്ക് വരികയാണ്. And then from there to the workplace. അവിടെ നിന്ന് ജോലി സ്ഥലത്തേക്ക് ആ മാറ്റം വരുന്നു. And from there to the outside world. അതിനുശേഷം അവിടെ നിന്ന് പുറം ലോകത്തേക്ക് ആ മാറ്റം ഉണ്ടാകുന്നു. But I'm going to talk about some internal changes today. എന്നാൽ ഇന്ന് ആന്തരികമായ ചില മാറ്റങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാം. Paul's main focus here in these verses is prayer. ഇവിടെ പൗലോസിന്റെ 2, 3, 4 വചനങ്ങളിൽ പൗലോസിന്റെ പ്രധാനമായ ഉദ്ദേശ ലക്ഷ്യം ഇരിക്കുന്നത് പ്രാർത്ഥനയുടെ കാര്യത്തിലാണ്. Paul is giving 4 golden rules for prayer. ഈ ഭാഗത്ത് പൗലോസ് 4 സുവർണ നിയമങ്ങൾ പ്രാർത്ഥനയെ പ്രതി നൽകുകയാണ്. Are you ready to get it? നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറാണോ? Number 1, devote yourselves to prayer. ഒന്നാമതായിട്ട് അവിടെ നാം കാണുന്നു, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ സമർപ്പിക്കുവിൻ. Devote yourselves to prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ നിങ്ങളെ സമർപ്പിക്കുവിൻ. Golden rule number 1. അതാണ് സുവർണ നിയമം 1. Number 2, be watchful in prayer. രണ്ടാമതായിട്ട് പ്രാർത്ഥനയിൽ ജാഗരിക്കുവിൻ. What is number 2? എന്താണ് രണ്ടാമത്തേത്? Be watchful in prayer. പ്രാർത്ഥനയിൽ ജാഗരിക്കുവിൻ. Golden rule number 3, be thankful in prayer.
മൂന്നാമത്തെ സുവർണ നിയമം പ്രാർത്ഥനയിൽ സ്തോത്രമുള്ളവരായിരിപ്പിൻ, അഥവാ നന്ദിയുള്ളവർ, നന്ദി കരേറ്റുന്നവരായിരിപ്പീൻ. What is number 3? പ്രാർത്ഥനയിൽ നന്ദി കരേറ്റുന്നവരായിരിപ്പീൻ. Number 4, pray for ministers of the Lord. നാലാമത്തെ സുവർണ നിയമം എഴുതി വെക്കുക, ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പറഞ്ഞേ. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. And in the fourth rule there are 3 subpoints. ഇനി ഈ നാലാമത് നിങ്ങൾക്ക് ലഭിച്ച സുവർണ നിയമത്തിന് 3 ഉപവിഭാഗങ്ങളുണ്ട്. A, that God may open doors for their message. ഒന്നാമതായിട്ട് ദൈവം വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിനായി, Write down. ദൈവം That God may open doors for their message. ദൈവം അവരുടെ സന്ദേശത്തിന്, വചനത്തിന് വാതിൽ തുറന്നു തരേണ്ടതിനായി. B, so that they may proclaim the mystery of Christ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എഴുതുക, അതിന് കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വേണ്ടി. So that they may proclaim the mystery of Christ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ വേണ്ടി. C, pray that they may proclaim it with clarity. മൂന്നാമതായിട്ട് സംസാരിക്കേണ്ട രീതിയിൽ അത് വെളിപ്പെട്ടു വരുവാനായി. Pray that they may proclaim it with clarity. മൂന്നാമതായിട്ട് സംസാരിക്കേണ്ട രീതിയിൽ വളരെ കൃത്യമായി അത് പ്രസ്താവിക്കുവാനായി. Paul is in Colossians, look at me, it is your duty to pray. പൗലോസ് പറയുന്നു, കൊലോസ്യരെ, ഇത് നിങ്ങളുടെ പ്രാർത്ഥിക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Prayer, hello, look at me. Prayer is not an option. Prayer is your responsibility. It is your duty. ഓർക്കുക, പ്രാർത്ഥന എന്നുള്ളത് അതൊരു ഓപ്ഷൻ അല്ല, മറിച്ച് അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ജോലിയാണ്. Paul is saying, believers, children of God, have a strong and effective prayer life. പൗലോസ് പറയുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വളരെ ശക്തിമത്തായതും ഫലവത്തായതുമായൊരു പ്രാർത്ഥനയുണ്ടായിരിക്കണം. If you want to make anyone humble, do this. ആരെങ്കിലും നിങ്ങൾക്കൊന്ന് അല്പമൊന്ന് വിനയപ്പെടുത്തണമെന്ന് വിനയപ്പെടുത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ just ask about that person's prayer life. Brother, how is your prayer life? അവരോട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട് ബ്രദറെ എന്ന് മാത്രം ചോദിച്ചാൽ മതി. I pray brother, I pray. ഓ ബ്രദറെ, ഞാൻ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. How many hours? എത്ര മണിക്കൂർ? No, it's not like that. I pray. ഓ അങ്ങനെയൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. So if you speak, if you question about somebody's prayer life, automatically that person will humble himself. ആരോടെങ്കിലും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ആ ആളുകളെല്ലാം തന്നെ പെട്ടെന്ന് വിനയപ്പെടും. Why? Because none of us pray in an adequate way. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആരും തന്നെ ആവശ്യത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്നില്ല. Prayer is not to get man's will done in heaven, but to get God's will done on earth. ഓർക്കുക, പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യന്റെ ഇഷ്ടം സ്വർഗത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറ്റുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. Some people think that if I pray, God's mind will change. ചില ആളുകൾ ചിന്തിക്കുന്നത്, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സ് മാറുമെന്നാണ്. And he will come my way. അപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങി And വരും. he will sanction my petitions. അങ്ങനെ എന്റെ പെറ്റീഷൻ അവൻ സാങ്ഷൻ നൽകും. No, it will never happen. ഒരിക്കലും അങ്ങനെയല്ല പ്രാർത്ഥന. Even the mightiest prayer warrior on earth cannot change God's heart, God's will. ഓർക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനാ പോരാളിക്ക് പോലും ദൈവത്തിന്റെ ഹൃദയത്തെ പ്രാർത്ഥന കൊണ്ട് മാറ്റുവാനായി സാധ്യമല്ല. But sometimes God will give his permissive will. എന്നാൽ ചില സമയങ്ങളിൽ ദൈവം തന്റെ അനുവദിക്കപ്പെട്ട ഇഷ്ടത്തെ നമുക്ക് വേണ്ടി നൽകി തരും. For example, the children of Israel started crying for a king. ഉദാഹരണമായിട്ട് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടി. Because when they looked around, every nation had a king. അവർ ലോകമെമ്പാടും നോക്കുമ്പോൾ എല്ലാ രാജ്യക്കാർക്കും അവർക്ക് ഓരോ രാജാക്കന്മാരുണ്ട്. But we have only prophets and judges here. എന്നാൽ ദൈവം തമ്പുരാന്റെ കീഴിൽ നിൽക്കുന്ന പ്രവാചകന്മാരും അതുപോലെ ന്യായാധിപന്മാരും
രാജാക്കന്മാരും മാത്രമേ ഞങ്ങൾക്കുള്ളല്ലോ. But we also need a king. എന്നാൽ ഞങ്ങൾക്ക് മറ്റ് രാജ്യക്കാരെ പോലെ തന്നെ ഒരു രാജാവിനെ വേണം. All of them started crying. എല്ലാവരും മുറവിളി കൂട്ടുവാൻ And തുടങ്ങി. finally God said, okay, if they are crying like that, if they are pressurizing me like that, let them have a king. അപ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എന്നെ ബലപ്രയോഗം നടത്തി ഇങ്ങനെ മുറവിളി കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പോകുകയാണ്. But there is a condition. എന്നാൽ ഒരു വ്യവസ്ഥയുണ്ട്. You will have to bear all the consequences. എന്നാൽ അതിന്റെ പിന്നാലെ വരുന്ന എല്ലാ പ്രത്യാഘാതങ്ങളും നിങ്ങൾ അനുഭവിച്ചേ തീരൂ. And they are still suffering from it. ഇപ്പോഴും ആ കാര്യം കൊണ്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. This is what is happening. ഇതാണ് So സംഭവിക്കുന്നത്. nobody can change God. അതുകൊണ്ട് ദൈവം തമ്പുരാനെ ആർക്കും മാറ്റാൻ സാധ്യമല്ല. But through prayer we can get aligned with the will of God. എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവിഷ്ടത്തിലേക്ക് നമ്മെ തന്നെ കൊണ്ട് ചേർത്ത് നിർത്താൻ സാധിക്കും. Are you ready for that? നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? Are you ready to tune yourself and fine tune yourself so that you will know the perfect will of God done in your life? ഓർക്കുക, നിങ്ങൾ അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ട്യൂൺ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് വേഗത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളിലേക്ക് വരാൻ സാധിക്കും. So what are the 4 golden rules? എന്തൊക്കെയാണ് 4 സുവർണ്ണ നിയമങ്ങൾ പറയാമോ? Number 1, ഒന്നാമതായിട്ട് ബുക്കിലേക്ക് നോക്കി പറയൂ. devote yourselves to prayer. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുക. Meaning be earnest toward prayer. Be sincere. അതിന്റെ അർത്ഥം ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. Or persevere in prayer. അല്ലെങ്കിൽ സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥനയിൽ സഹിഷ്ണുതയോടെ ആയിരിക്കുക. And constantly be diligent, attentive to continually and regularly. അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ മനഃപൂർവ്വമായി തന്നെ പതിവായി ഉത്സാഹത്തോടെ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. Continue steadfastly in prayer. പ്രാർത്ഥനയിൽ സ്ഥിരമായ ഉത്സാഹത്തോടെ മുന്നോട്ട് പോവുക. How many of you have heard about George Muller? നിങ്ങൾ എത്ര പേർ ജോർജ് മുള്ളറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? He was a man of faith. അദ്ദേഹം ഒരു വിശ്വാസത്തിന്റെ He was a വീരനായിരുന്നു. hero of faith. അപ്പോൾ തന്നെ വിശ്വാസത്തിന്റെ ഒരു മനുഷ്യനായിരുന്നു. His policy was this: everything I will receive through prayer. അദ്ദേഹത്തിന്റെ നിയമം ഇതായിരുന്നു, പ്രാർത്ഥനയിലൂടെ ഞാൻ സകല കാര്യങ്ങളും നേടിയെടുക്കും. Everything I will attain through prayer. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുക. So he wanted to build an orphanage അദ്ദേഹം ഒരു അനാഥശാല പണിയുവാൻ ആഗ്രഹിച്ചു. to take care of thousands of boys ആയിരക്കണക്കിന് ആൺകുട്ടികളെ അതിൽ വളർത്തുവാൻ താൻ ഉദ്ദേശിച്ചു. with no money in his hands. തന്റെ കയ്യിൽ ആ സമയത്ത് പണമൊന്നുമില്ല. But he started praying. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. Everybody say he prayed. എല്ലാവരും പറയാമോ? അദ്ദേഹം പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. എല്ലാവരും ഉറക്കെ പറഞ്ഞാലോ? അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. അവൻ പ്രാർത്ഥിച്ചു. George Muller started praying. ജോർജ് മുള്ളർ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. One day he prayed. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. 10 days he prayed. 10 ദിവസം പ്രാർത്ഥിച്ചു. 25 days he prayed. 25 ദിവസം പ്രാർത്ഥിച്ചു. 50 days he prayed. 50 ദിവസം പ്രാർത്ഥിച്ചു. 100 days he prayed. 100 ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. 365 days he prayed. 365 ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. 1000 days he prayed. 1000 ദിവസം അദ്ദേഹം പ്രാർത്ഥിച്ചു. 1195 days he prayed. 1195 ദിവസങ്ങൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. And on 1196th day he had all the money he wanted to build the orphanage. എന്നാൽ 1196ാമത്തെ ദിവസം വന്നപ്പോ തന്റെ അനാഥശാല പണിയുവാനുള്ള പണം തന്റെ കയ്യിൽ വന്നു ചേർന്നു. He prayed and prayed and prayed and prayed. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Hallelujah. ഹല്ലേലൂയ. There is a rule in prayer realm. പ്രാർത്ഥനാ തലത്തിൽ ഒരു പ്രത്യേക നിയമമുണ്ട്. It is called push. അതിനെ പറയുന്ന പുഷ് എന്നാണ്. PUSH. PUSH. എല്ലാവരും പറഞ്ഞ push. എല്ലാവരും ഉറക്കെ പറയാമോ? പുഷ്. തള്ളുക. PUSH. push. എല്ലാവരും ഉറക്കെ പറഞ്ഞാൽ പുഷ്. What is push? എന്താണ് പുഷ്? Push your neighbor. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പുഷ് ചെയ്തൊന്ന് തള്ളിക്കേ. അടുത്തിരിക്കുന്ന വ്യക്തി ഒന്ന് തള്ളിക്കേ. Push. പുഷ് എന്നിട്ട് പറഞ്ഞാലോ? ഉറക്കെ പറഞ്ഞാൽ പുഷ്. What is push? എന്താണ് പുഷ്? Push means pray until something happens. എന്തെങ്കിലും സംഭവിക്കുന്നത് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
Not praying for 1 week, 2 weeks, ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ കൊണ്ട് തീരുന്ന പ്രാർത്ഥനയല്ല. but push. പകരം തള്ളുക. Push, 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 push. Pray until something happens. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കുമ്പോഴും ചിലത് നീങ്ങി പോകുമ്പോഴും തള്ളുക, തള്ളുക. പുഷ്, പുഷ്. If you are praying for a baby, നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ don't pray for 1 week. അതിനുവേണ്ടി ഒരാഴ്ച മാത്രം പ്രാർത്ഥിച്ചപ്പോൾ Don't pray for 12 months. 12 മാസം മാത്രമല്ല, Until the baby is pushed out from the mother's womb. Pray, push. ഓർക്കുക, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആ കുഞ്ഞ് പുറത്തേക്ക് തള്ളി വരുന്നത് വരെയോ പ്രാർത്ഥനയിൽ അതിനെ തള്ളുക, പുഷ് ചെയ്യുക. This word is mostly heard in labor rooms. സാധാരണ പുഷ് എന്നുള്ള വാക്ക് സാധാരണ കേൾക്കുന്ന ലേബർ റൂമിലാണ്. The doctor will say to the pregnant lady about to deliver, ഒരു ഡോക്ടർ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീ പ്രസവിക്കാൻ സമയമാകുമ്പോൾ പറയും, and the head nurse will come. അപ്പോൾ തന്നെ ഹെഡ് നഴ്സും വരും, All the assistants will come, അസിസ്റ്റന്റ്സ് ആയിട്ടുള്ളവർ വരും. and there will say, lady, push. എന്നിട്ട് അവർ പറയും, സ്ത്രീയെ പുഷ് ചെയ്യുക. Push, push, push the baby. പുഷ് ദ ബേബി, പുഷ് ചെയ്യുക, Push പുഷ് the ചെയ്യുക. baby out. കുഞ്ഞിനെ പുറത്തേക്ക് തള്ളുക, തള്ളുക, പുഷ് ചെയ്യുക. The Holy Spirit is asking every child of God sitting here ഇവിടെ today. ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതേ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. Push the baby out. ഓരോ കുഞ്ഞിനെ, ശിശുവിനെ പുഷ് ചെയ്യുക. Through prayer, push, 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 push. Pray until something happens. ഓർക്കുക, പ്രാർത്ഥനയിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ മടുത്തു പോകാതെ, ഇട്ട് കളയാതെ അതിനെ പുഷ് ചെയ്യുക, പുഷ് ചെയ്യുക, അതിനെ തള്ളി വെളിയിലേക്ക് എടുക്കുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൂവാറ്റുപുഴ ജനുവരി 15 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാൾ, നെഹ്റു സർക്കിളിന് സമീപം, മൂവാറ്റുപുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവല്ല ജനുവരി 16 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷാരോൺ ഓഡിറ്റോറിയം, എലൈറ്റ് ഹോട്ടലിന് സമീപം, തിരുവല്ല. ഒരിക്കൽ ഒരാൾ പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടല്ലാതെ, മറുപടിയായിട്ടല്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ദൈവം എന്ത് പ്രവർത്തിച്ചാൽ അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വിടുതൽ നടക്കുമ്പോൾ, രോഗസൗഖ്യങ്ങൾ നടക്കുമ്പോൾ, ഒരാൾ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ, അവർക്കൊക്കെ വേണ്ടി ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഒരുപക്ഷെ പേരറിയാതെ, ആളറിയാതെ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയത്ത് എല്ലാവരും ചേർന്ന്, നിങ്ങൾ എവിടെയാണെങ്കിലും ഈ സമയത്ത് ലക്ഷക്കണക്കിന് പേർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈ നെറ്റ്വർക്കിലൂടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ കെടുതികൾ, അതിലൂടെ പോകുന്ന വ്യക്തികൾ അതിൽ നിന്ന് പുറത്തു വരാൻ, തിരികെ കയറുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആസ്മ രോഗികൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ലങ്സിന് ക്യാൻസർ ബാധിച്ച ചില വ്യക്തികൾ, ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്നതുപോലെയാണ് ആയിരിക്കുന്നത്, പക്ഷേ യേശുവിൻ്റെ സൗഖ്യം അങ്ങനെയുള്ളവരിലേക്ക് വരികയാണ്. യേശുവിൻ നാമത്തിൽ ആ സൗഖ്യം ഉണ്ടാകട്ടെ. മരണകരമായ രോഗം ബാധിച്ച് ഇനി മുന്നോട്ട് വലിയ പ്രതീക്ഷയില്ല എന്ന രീതിയിലായിരിക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുക. കർത്താവേ, മുന്നോട്ട് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയാൽ, ജീവിതം ദീർഘമാക്കി കിട്ടിയാൽ, ഓരോ ദിവസവും ഞാൻ എൻ്റെ ദൈവത്തിനായി ജീവിക്കും, സ്രഷ്ടാവിനായി ജീവിക്കും. അങ്ങനെ ഒരു തീരുമാനം ഉള്ളിൽ സ്വീകരിക്കുക. ഇതിനു മുമ്പുള്ള ജീവിതം എന്തുമാകട്ടെ, കർത്താവെ, അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജീവിതത്തെ ദൈർഘ്യമാക്കി ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കാൻ അങ്ങ് കൃപ കൊടുക്കണം. ഈ സമയത്ത് മദ്യപാനത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ പുറത്തു വരട്ടെ. മദ്യപാനം മാത്രമല്ല, ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് അഡിക്ഷൻ, പുകവലി, എന്തിന് ഒരു അടിമത്വത്തിലായി പോയിട്ടുണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവർ പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. പൈൽസ് രോഗം ബാധിച്ച് ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കർത്താവ്, നീ അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. കുമാരൻ എന്നു പേരുള്ളൊരു സഹോദരൻ
കുമാരൻ യേശുവിൻ്റെ നാമത്തിൽ ആ പൈൽസ് രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ രക്തം സംബന്ധമായ രോഗത്തിലൂടെ പോകുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. താങ്ക് യു ജീസസ്. വളരെ വിഷമകരമായ ചില പ്രതിസന്ധികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരോട് 23-ാം സംഘത്തിൽ പറയുന്നത്, കൂരിരുൾ താഴ്വരയിലൂടെ പോയാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് ആ വാക്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. കർത്താവ് ഇതിലൂടെ കൂടെ ഇരുന്ന് കൂടെ നടന്ന് പുറത്ത് കൊണ്ടുവരും. കർത്താവ് അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസമോ പ്രശ്നമോ എന്താണെങ്കിലും, ഞാൻ ഒരുപക്ഷെ അതൊന്നും എടുത്തു പറഞ്ഞിട്ടില്ലായിരിക്കും, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രചോദനം നൽകുന്നതാണ് ഞാൻ പറയാറ്. ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഏത് വിഷയത്തിലും ഏത് രോഗത്തിലും ഏത് പ്രതിസന്ധിയിലും ആയിരിക്കുന്ന വ്യക്തികൾക്ക് അങ്ങൊരു വലിയ വിടുതൽ അങ്ങ് കൊടുക്കണമേ. ഇപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അടുത്ത ദിവസങ്ങളിൽ ഈ ആഴ്ച മുഴുവനുള്ള ഒരു എപ്പിസോഡ് പോലും കാണാൻ മറക്കരുത്. അഥവാ സമയം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലോ കമ്പ്യൂട്ടറുകളിലോ blessingtoday.tv എന്ന വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ തന്നെ ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. യാത്ര ചെയ്യുമ്പോൾ കാണാം, ഏത് സമയത്തും കാണാം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച മൂവാറ്റുപുഴയിലും ശനിയാഴ്ച തിരുവല്ലയിലുമാണ്. തീർച്ചയായും വരണം. അവിടെ നിങ്ങൾ വളരെ അകലെയാണെങ്കിൽ അവിടെയുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികളോട് പറഞ്ഞ് അവരോട് വരാൻ പറയുക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, CD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.